ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളിൽ തന്നെ +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന പിള്ളേരുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേന്ന് പറയുന്നത്. അതായത് നമ്മുടെ +2ലും ഇംഗ്ലീഷ് ഉണ്ട്, +1ലും ഇംഗ്ലീഷ് ഉണ്ടല്ലേ. സോ ഈ രണ്ട് ഇംഗ്ലീഷും എങ്ങനെ നമുക്ക് ഒന്നിച്ച് പഠിച്ചു കൊണ്ടുപോകാം, അതിനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ പറയാനുള്ളത്, നമുക്ക് എല്ലാ ലെസൺസും ക്ലിയർ ആയിട്ട് നമ്മൾ അതിൻ്റെ സമ്മറി പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ +1 ഇംഗ്ലീഷിലുള്ളത് നമ്മൾ ഫുള്ള് പഠിച്ചിരിക്കണം, +2ലുള്ളതും. ഓക്കെ, അപ്പോൾ രണ്ട് ഇംഗ്ലീഷിലും ഫുൾ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി നമ്മൾ കൃത്യമായിട്ട് എന്താണ് കണ്ടൻറ് എന്നുള്ളത് അതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും വായിച്ച് നോക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഗൈഡോ ലേബറിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ബുക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസും വായിക്കുക, അതിൻ്റെ ഉത്തരങ്ങളും വായിച്ചു പോകുക. അപ്പോൾ നമുക്ക് കുറേ കൂടി നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തുള്ള നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ആക്കാനും കുറേ കൂടി നമുക്ക് ലാംഗ്വേജ് സ്കില്ല് നമുക്ക് കുറേ കൂടി ഐഡിയാസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠനവും സമ്മറി കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് നടക്കണം. അത് മാത്രമല്ല അതിനോടൊപ്പം പ്ലസ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ വായിക്കുക കൂടി നിങ്ങൾ വേണം. അത് ഈ നോട്ട്സോ എന്തെങ്കിലും ഗൈഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൂടി ഓരോ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് വായിച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റേഴ്സൊക്കെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഓക്കെ, പിന്നെ ഒരു കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. +1ലും +2ലും ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു 5 വർഷത്തെങ്കിലും എടുത്ത് എല്ലാം വായിച്ചിട്ടൊക്കെ വേണം നമുക്ക് പോകാനായിട്ട് എക്സാമിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള തീംസുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇംഗ്ലീഷിൽ മാക്സിമം നമുക്ക് സ്വന്തമായിട്ട് എഴുതുന്ന ലെവലിലൊക്കെയാണ് വരുന്നത്. പക്ഷേ എന്നാലും ചില ക്യാരക്ടർ സ്കെച്ചസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ കണ്ടന്റിനെ റിപ്പീറ്റ് പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് സ്പോട്ട് ചെയ്തിട്ട് അതൊക്കെ കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ടൊക്കെ നീറ്റായിട്ടൊക്കെ അതൊക്കെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ നമ്മുടെ ഡിസ്കോഴ്സസ് ഭാഗത്തിലോട്ട് വരുമ്പോൾ, അതായത് പല ഫോർമാറ്റുകളൊക്കെ വെച്ച് പഠിക്കുന്നില്ലേ നമുക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ +1ലും +2ലും ഏകദേശം കുറേ കാര്യങ്ങൾ ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ചിലപ്പോൾ ഒരു മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ ചാനൽ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് +1 ഇംഗ്ലീഷിൽ ഏതൊക്കെ ഡിസ്കോഴ്സസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, +2ൽ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും +1ൽ ഏതൊക്കെ ഡിസ്കോഴ്സുകളാണ് പഠിക്കേണ്ടത്, +2ൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, മാക്സിമം ഡിസ്കോഴ്സസും ലെറ്റർ, ഇമെയിൽ ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം കുറേ സിമിലർ ആയിട്ട് വരുന്നുണ്ട്. കുറച്ചൊക്കെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രാമറിൻ്റെ പോർഷൻസിലോട്ട് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. കുറച്ച് ഗ്രാമർ ടോപ്പിക്സൊക്കെ +1ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, കുറച്ചൊക്കെ +2ലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സോ അങ്ങനെ നമ്മൾ ഈ ഡിസ്കോഴ്സസും ഗ്രാമറും കൂടി നമ്മളിങ്ങനെ രണ്ടിലേതും പഠിക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് പോകാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയേണ്ടത് +1ൽ ഏതൊക്കെ ഡിസ്കോഴ്സസും ഗ്രാമറും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്കറിയണം. അത് മാത്രം +1ലേക്ക് വേണ്ടിയിട്ട് പഠിക്കുക. +2ൽ വരുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമറും ഡിസ്കോഴ്സസ് എന്ന് അറിയുക, അത് മാത്രം +2ലേക്ക് വേണ്ടിയിട്ട് പഠിക്കുക. ഓക്കെ, എങ്കിലും ഇതിൽ മൊത്തത്തിൽ കോമൺ ആയിട്ട് 2 പേപ്പറിലും വരുന്ന രീതിയിലുള്ള കുറേ ടോപ്പിക്സുകളുമുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കോഴ്സസിൻ്റെ ഭാഗത്ത് നിന്ന് ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ +1കാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. +2ൽ അതൊരിക്കലും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ട്രാവൽ എസ്സേയൊക്കെ നമ്മൾ +1ലെ ചാപ്റ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് വേണം പഠിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പോൾ ഗ്രാമറിൻ്റെ പോർഷനിലോട്ട് വരുമ്പോൾ നമ്മുടെ കോൺകോഡ് അല്ലെങ്കിൽ കൺകോഡ് എന്ന് പറയുന്ന ഐറ്റവും പിന്നെ നമ്മുടെ ഇഫ് ക്ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ +1കാർക്കാണ് കൂടുതലായിട്ടും ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. +1കാർക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ +2കാരിലോട്ട് വരുമ്പോൾ അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. +2ലോട്ട് വരുമ്പോൾ നമ്മുടെ ഫ്രൈസൽ വെർബ്സും ഇഡിയംസും അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതൽ. റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ കോമൺ ആയിട്ട് ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്കോഴ്സിൽ തന്നെ ലെറ്ററും ഇമെയിലും സ്പീച്ച് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് +1ലും വരാറുണ്ട്, +2ലും വരാറുണ്ട്. ഗ്രാമറിൻ്റെ ഭാഗം നോക്കുമ്പോൾ എഡിറ്റ് ദ ഫോളോവിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, +1ലും +2ലും ഒരുപോലെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൃത്യമായിട്ട് കോമൺ ആയിട്ട് വരുന്നത് ഏതാണെന്ന് മനസ്സിലാക്കുക. +1ൽ മാത്രം ചോദിക്കുന്ന ഏതാണെന്ന് മനസ്സിലാക്കുക, +2ൽ മാത്രം ചോദിക്കുന്ന ഏതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇത് രണ്ടും കവർ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ ഗ്രാമറും ഡിസ്കോഴ്സുകളും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. +1ലും +2ലും നമ്മൾ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അതനുസരിച്ച് പഠിച്ചു പോവുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ച് പറയിടാവേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ അതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി, ചാപ്റ്റേഴ്സുമായിട്ടുള്ള കണ്ടന്റ് പഠിക്കുന്ന കാര്യത്തിലാണ്. ഓക്കെ,
പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു, നമുക്കിപ്പോൾ +1 ഇംഗ്ലീഷിനേക്കാൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് +2 ഇംഗ്ലീഷാണ് കേട്ടോ. കാരണം അറിയാലോ, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴായാലും നമുക്കൊരു എന്താ പറയുക, അത് നമുക്ക് രണ്ടാമത് നോക്കിയാൽ മതി എന്ന് പറയേണ്ടി വരും. കാരണം ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് +2 വിഷയങ്ങൾക്ക് തന്നെയാണ്. സോ +1 ഇംഗ്ലീഷ് +2 ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സും അതിലുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്ത് പോകണം. പിന്നെ +1 കൂടി സൈഡായിട്ട് നോക്കി പോയാൽ മതി കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.